CJ റോയിയുടെ മരണം, ഈ മരണം നടന്ന അന്ന് മുതൽ വലിയ ദുരൂഹതകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ CJ റോയിയുടെ ഒരു ഡയറിയിൽ 7 മുതൽ 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതിൽ എന്റെ കാര്യങ്ങളെല്ലാം ഭാര്യയ്ക്കറിയാം, സാമ്പത്തികമായുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യയ്ക്കറിയാം. അതായത് ആരിൽ നിന്ന് വാങ്ങി ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും ഭാര്യയ്ക്കറിയാം. പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ ജീവനക്കാരെ ആരെയും നിങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കരുത്, അവരെ കൂടെ കൂട്ടണം, എല്ലാവരോടും മാപ്പ്. ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നങ്ങളല്ല റോയിയെ കുറെ നാളുകൊണ്ട് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല വിദേശ നിക്ഷേപങ്ങളിൽ ചില തിരിച്ചടികൾ റോയിക്ക് കിട്ടിയിട്ടുണ്ട് എന്നും ഡയറിയിൽ പറയുന്നുണ്ട്. അതായത് വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ ചില വ്യവസായികൾ സമ്പാദിക്കാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാറുണ്ട്. ഈ പണം ഇവർക്ക് എവിടെ നിന്നാണ് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. ഈ ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം. ഈ നഷ്ടങ്ങൾ പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഇവർ പടവുകൾ ചവിട്ടി മുകളിലോട്ട് കയറുന്നു. ഇതിന്റെ പണം എവിടെ നിന്നാണ്? ഈ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വാങ്ങുന്ന പണം ആരിൽ നിന്നാണ് എന്ന് ചിന്തിക്കൂല. അപ്പോഴത്തെ കാര്യം നടക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും വാങ്ങിയതിൽ തിരിച്ചടി റോയിക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താണ് ഈ പെട്ടെന്നുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണമെന്നല്ല, ഇയാൾ ആലോചിച്ച് തീരുമാനിച്ച് വെൽ പ്ലാൻഡായി നടപ്പാക്കിയ ഒരു ആത്മഹത്യ തന്നെയാണ് ഇത്. പക്ഷേ ഈ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡും കാര്യങ്ങളും അല്ല ഇതിന്റെ പിന്നിൽ, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന് ഒന്നിലധികം കാര്യങ്ങളുണ്ട്, ഓരോന്നായിട്ട് പറയാം. ഒന്ന്, ഇപ്പൊ ആദായ നികുതി വകുപ്പിന്റെ കാര്യമാണ് ചോദിച്ചെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ റെയ്ഡിൽ അദ്ദേഹം പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രഹസ്യങ്ങൾ പുറത്തായാൽ അദ്ദേഹം ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കേണ്ട രീതിയിലുള്ള ക്രൈം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു എന്നാണ് ചില വ്യക്തികൾ, അദ്ദേഹത്തോട് അടുപ്പമുള്ള ചില വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഇത്രയും സൗഭാഗ്യത്തോടു കൂടി ജീവിച്ച മനുഷ്യൻ, വലിയ ഇമേജോടുകൂടി ജീവിച്ച മനുഷ്യൻ ദീർഘകാലം അകത്ത് കിടക്കേണ്ടി വരുന്ന അത്രയും വലിയൊരു കുറ്റകൃത്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ അതിലും പറയാനുണ്ട്. ഒന്ന്, നോട്ട് നിരോധനത്തിന് ശേഷം ഈ ബ്ലാക്ക് മണിയും വൈറ്റ് മണിയും തമ്മിൽ ഒരു വലിയ വേർതിരിവുണ്ടായി. ബ്ലാക്ക് മണി എന്ന് പറയുന്നത് പ്യുവർ ബ്ലാക്ക് ആയിട്ടും അത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യവുമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് വന്നു. കാരണം നിയമം മാറി. അപ്പൊ ഇദ്ദേഹത്തിന്റെ പല ഇടപാടുകളിലും ഈ ബ്ലാക്ക് മണി, കാരണം അദ്ദേഹം ബിൽഡർ ആണല്ലോ നോർമലി, ബ്ലാക്ക് മണിയുടെ വലിയൊരു സ്രോതസ് അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് പലരും കൊടുത്തിരുന്നു. അദ്ദേഹം അത് ബിൽഡ് ചെയ്തു. അതിനെല്ലാം അദ്ദേഹം സുസംഘടിതമായ രീതിയിൽ ആൾക്കാരെ വെച്ചുകൊണ്ട് കണക്കെല്ലാം ശരിയാക്കി വെച്ചു. ഇതിനിടെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥാപനം ഇന്ത്യയിൽ എല്ലായിടത്തും, പ്രത്യേകിച്ച് കേരളത്തിൽ വിപുലമായിട്ട് തുടങ്ങി. സ്വർണ്ണപ്പണയത്തിന്റെ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇദ്ദേഹത്തിന്റെ പരസ്യമൊക്കെ അതിഗംഭീരമായിട്ട്. അപ്പൊ സ്വർണ്ണപ്പണയത്തിന് ഇത്രമാത്രം ഫണ്ട് ഇറക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ആ ഫണ്ട് വന്നത്. പക്ഷെ ഏറ്റവും ഗുരുതരമായ ആരോപണം ഇപ്പൊ ചിലർ പറയുന്നത് ഇങ്ങനെയാണ്. രാജ്യത്ത് ഒരിക്കൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിരോധിത തീവ്രവാദ സംഘടന പ്രവർത്തിച്ചിരുന്നു. അതിനെ നിരോധിച്ചപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫണ്ട് സുരക്ഷിതമായിട്ട് അങ്ങനെ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. രാജ്യവിരുദ്ധ ശക്തികളുടെ ഫണ്ട്, അതായത് പോപ്പുലർ ഫണ്ട് പോലുള്ള സംഘടനയെ നിരോധിച്ചപ്പോൾ അവർ ഫണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നത് ഒരു വലിയ ഭാഗം ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരികയും അത് ഇദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ED റെയ്ഡിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ത്തിനെതിരെയുള്ള കുറ്റകൃത്യം എന്ന രീതിയിൽ ദേശദ്രോഹ നിയമം ഇദ്ദേഹത്തിൽ ചാർത്തിയാൽ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് ഊഹിക്കാമല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തുതന്നെയായാലും അദ്ദേഹം നേരെ ചൊവ്വേ ശരിയായ രീതിയിലാണ് ബിസിനസ് നടത്തിയിരുന്നെങ്കിൽ ഇവിടെ EDയുടെ റെയ്ഡ് വരാത്ത സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. ED വെറുതെ റെയ്ഡ് നടത്തുകയില്ല. അവര് വന്നിട്ടുണ്ടെങ്കിൽ നാണം കെട്ട് പോകാൻ അവർക്ക് ഇഷ്ടമല്ല. കാരണം ഒരു വിശ്വാസതയുള്ളൊരു സ്ഥാപനമാണ്. അതിനു മുമ്പ് ഒരുപാട് അതായത് സാമ്പത്തിക കുറ്റാന്വേഷണം നടത്തുന്ന മറ്റൊരുപാട് ഏജൻസികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുണ്ട്. പലതിന്റെയും പേര് പോലും നമ്മൾക്കാർക്കും അറിയാത്ത രീതിയിൽ അതീവ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് മോദി വന്നതിന് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ്. ആ ഏജൻസികളെല്ലാം ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ വിദേശ ഇടപാടുകളും ഫോൺ കോളുകളും ഈ വിദേശത്തുള്ള ഇടപാടുകളിലും ദുരൂഹത ധാരാളമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യമാണ്. അതായത് ദേശവിരുദ്ധ ശക്തികളുടെ പണം ഇദ്ദേഹം വെളുപ്പിക്കാനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനോ ശ്രമിച്ചു എന്നതാണ് ഇതിൽ
ഏറ്റവും ഗുരുതരമായ ആരോപണമായിട്ട് ഉയർന്നു വന്നത്. ശരിയാണ്. ഈ റോയിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഡംബരത്തിന്റെ അവസാന വാക്കെന്നാണ് റോയിയെ പലരും പറയുന്നത്. കാരണം എപ്പോഴും തൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്ന് കാണിക്കാനായുള്ള കാര്യങ്ങൾ അദ്ദേഹം കാണിക്കാറുണ്ട്. അതായത് എനിക്ക് 200 കോടിയുടെ കാർ, അതായത് ഏകദേശം ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 12 റോൾസ് റോയ്സ് കാർ അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ 11ഓളം ജെറ്റ് വിമാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ഈ ആഡംബരം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ഇദ്ദേഹം ഒരു ഹോട്ടലിൽ പോയി റൂം എടുത്താൽ ആ തൊട്ടടുത്തുള്ള എല്ലാ റൂമും ഇദ്ദേഹം അങ്ങ് എടുക്കുമെന്നാണ് പറയുന്നത്, സെക്യൂരിറ്റികൾക്ക് താമസിക്കാൻ. അതായത് ആഡംബരം എന്ന് പറഞ്ഞാൽ പണം കൊണ്ടുള്ള ഒരു കളി തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അപ്പൊ ഈ 2019 മുതൽ ഇദ്ദേഹത്തിന്റെ പുറകിൽ അന്വേഷണ ഏജൻസികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് പിന്നെ നമ്മുടെ നാഷണൽ ഏജൻസികൾക്ക് ചില വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ 2019 മുതൽ റോയിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ ഞാൻ രാജേന്ദ്ര സാർ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്തായിരുന്നു. അതായത് റോയിയുടെ ആദ്യ ഭാര്യയുടെ ശാപമാണോ, കാരണം അത്തരത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സാറും ചെയ്തത്. അത്തരത്തിൽ ചില കാര്യങ്ങൾ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ചില വാർത്തകൾ, അല്ലെങ്കിൽ അത്തരം ഒരു ചതിയുടെ ചില വലിയ കഥകളൊക്കെ അറിയാവുന്ന കുറെ പേർ, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ CJ റോയിയുമായി ബന്ധപ്പെട്ട ഒരാളും പോസിറ്റീവായിട്ടല്ല, എല്ലാവരും നെഗറ്റീവായിട്ടാണ് എഴുതുന്നത്. ED റെയ്ഡ് നടത്തി ഒരു പെറ്റി കേസിൽ തീരേണ്ട കാര്യം ഈ ഒരു ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ നേരത്തെ കാർത്തിക് സാർ പറഞ്ഞതുപോലെ മടിയിൽ കനമുള്ളവർക്കെ ഭയപ്പെടേണ്ടതിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മുടെ പിണറായി വിജയൻ സഖാവ് വരെ മകൾക്കെതിരെ ED അന്വേഷണം, SFIയുടെ അന്വേഷണം വന്നപ്പോ നെഞ്ചു വിരിച്ചാണ് അതിനെ നേരിട്ടത്. അദ്ദേഹം പറയും എന്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത്. CJ റോയിയെ സംബന്ധിച്ചും പിന്നെ മടിയിൽ കനമില്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരു തോക്കും കൊണ്ട് എപ്പോഴും നടക്കേണ്ട കാര്യമില്ല, മരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആത്മഹത്യ കുറിപ്പ് എഴുതി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ഇന്നലെ ചെയ്ത വാർത്തയുടെ താഴെ കുറെ ആളുകൾ മരിച്ച ചിതയൊന്ന് വയ്ക്കുന്നതിന് മുൻപ് പിന്നെ ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് NA സാറിനെ വളരെ മോശമായി അതില് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ വളരെ മോശമായി കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മരിക്കുന്നതിന് മുൻപ്, അതായത് ഇദ്ദേഹത്തിന് വെടിയേറ്റ ഉടനെ നമ്മൾ കേൾക്കുന്ന ആദ്യ വാർത്ത എന്ന് പറയുന്നത് ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റും കൂടെ മാനസികമായി പീഡിപ്പിച്ച് CJ റോയി എന്ന വ്യവസായിയെ കൊന്നു. ഇതാണ് ആദ്യം വന്ന നരേറ്റീവ്. ഇത് ആരാ സൃഷ്ടിച്ചത്? ഇവിടുത്തെ മാധ്യമങ്ങളാണ് സൃഷ്ടിച്ചത്. CJ റോയി എങ്ങനെയാണ് മരിച്ചത്, CJ റോയിയുടെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വരട്ടെ, CJ റോയി നടത്തിയ ഇടപാടുകൾ പുറത്തു വരട്ടെ, എന്തിനാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്, ഗൾഫിലുള്ള CJ റോയി എന്തിനാണ് വിളിച്ചു വരുത്തിയത്, കർണാടകയിലാണ് ഈ ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നത്, കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. എന്നിട്ടും അവിടത്തെ ED ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാതെ എന്തിന് കൊച്ചിയിൽ നിന്ന് 8 സംഘം ബാംഗ്ലൂരിലെത്തി? ഇതൊക്കെ അന്വേഷിക്കുന്നതിന് മുൻപേ ഒരു മാധ്യമ പ്രവർത്തക ഒരു ചാനലിൽ ഇരുന്ന് പ്രസംഗിക്കുന്നതാണ് ഞാൻ രാത്രി വാർത്തയിലൂടെ കേൾക്കുന്നത്. വളരെ ദുഃഖിതയാണവർ, CJ റോയിയുടെ മരണത്തിൽ വളരെ ദുഃഖിതയാണവർ. എന്നിട്ട് അവർ പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഒരു വ്യവസായി കൂടി നമ്മളെ വിട്ടുപോയി. വലിയൊരു വ്യവസായം നടത്തിയ ഒരാളാണ്. അയാൾ കാണാത്ത ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കാണില്ല, അയാൾ കാണാത്ത ആദായ നികുതി വകുപ്പുകൾ ഉണ്ടാവില്ല, അയാൾ കാണാത്ത പിന്നെ ഉദ്യോഗസ്ഥരൊന്നും ഈ ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ ഉണ്ടാകില്ല. അപ്പം ഇയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല തന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടായിരിക്കുമല്ലോ കൂടെയുള്ളവരോട് മാപ്പ്. ഭാര്യയെ പോയ വഴിക്ക് ഭാര്യയ്ക്ക് എല്ലാം അറിയാം. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ ഭാര്യയല്ലേ ചോദ്യം, കാരണം ഭാര്യയ്ക്ക് എല്ലാം അറിയാമെന്ന് ഒരാൾ ആത്മഹത്യക്കുറിപ്പ് പോലെ എഴുതി വെച്ചേക്കാണ്. എന്റെ എല്ലാ സാമ്പത്തിക ഇടപാടും ഭാര്യയിലേക്ക് പോകും. അത് കഴിഞ്ഞ് ആരാണ് അടുത്ത പിൻഗാമി? പിന്നെ കൂടെ ഉള്ളവരെ, ഇനി ഞാൻ മരിച്ചാൽ എന്റെ കുടുംബം ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത പലരും ഓഫീസിലുണ്ടാകും, അവരെയൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ കേൾക്കുന്നത് ശരിയാണോ എന്നറിയില്ല, ഇദ്ദേഹവും ഭാര്യയും തമ്മിൽ മാനസികമായ അടുപ്പത്തിലല്ലായിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷെ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെറുതെ പറഞ്ഞതല്ല. എന്റെ കൂടെ ഇരുന്ന് വാർത്ത എടുത്ത ആളെന്ന് പറയുന്നത് വർഷങ്ങളായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം എന്തെങ്കിലും വായിത്തോന്ന് വിളിച്ച് പറയുന്ന ഒരാളല്ല പന്തളം രാജേന്ദ്രൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഈ ഗ്രൂപ്പ് ഇതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ടാണ് ഞാനത് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്റെ ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നത്. അതിനെ നാട്ടുകാർ മുഴുവൻ വന്ന് തെറി വിളിച്ചിട്ട് കാര്യമില്ല. ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ച് അന്വേഷിക്കുക, KE നമ്പൂതിരിയെ കുറിച്ച് അന്വേഷിക്കുക, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് അന്വേഷിക്കുക. റോയിയുടെ ആദ്യ ഭാര്യ ആയിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഡി എന്ന് വരെ
പറയുന്നുണ്ട്. അതിനുശേഷം അവരെ നിയമപരമായി വിവാഹം കഴിച്ചു എന്ന് ചിലർ പറയുന്നു, കഴിച്ചില്ല എന്ന് ചിലർ പറയുന്നു. ഇപ്പോഴുള്ള ഭാര്യ രണ്ടാം ഭാര്യയാണെന്ന് പറയുന്നു. ആദ്യ ഭാര്യയുടെ ഭർത്താവും ഇതുപോലെ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മളെ കൊണ്ട് നമ്മൾ പറയേണ്ടി വരുന്നത്, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ട് ഒരാളും ചെയ്യില്ല. മറ്റേ പടവുകൾ ചവിട്ടി പോകുമ്പോൾ താഴെ തറയിലിട്ട് ഞെരിച്ച ഒരുപാട് പേരുണ്ടാകാം, ഒരുപാട് പേരെ കണ്ണീരുണ്ടാകാം, ഒരുപാട് പേരുടെ ചോര നീരാക്കിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാം, ഒരുപാട് പേര് ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെ ചവിട്ടി ഞെരിച്ചിട്ടാണ് പലരും കയറി പോകുന്നത്. ഇതൊരു ഘട്ടം എത്തുമ്പോൾ ഈ ചെയ്തതല്ല, ഈ കർമ്മ ഈസ് ബൂമറാങ് എന്ന് പറയും പോലെ ചെയ്തതല്ല ഒരു ഭാഗം എത്തുമ്പോൾ നമുക്ക് തിരിച്ചടിക്കും. ആ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നാണ് പലരും പറയുന്നത്. അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ളവർ അത് പറയുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാതെ CJ റോയ്ക്ക് 10 ഭാര്യ ഉണ്ടെങ്കിലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അത് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും കാര്യമാണ്. സ്വാഭാവികമായിട്ടും അത് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിന് ഇപ്പോ സാധാരണ മരണമാണെങ്കിൽ ഇല്ല, അദ്ദേഹം പോണ വഴിക്ക് കുഴഞ്ഞു വീണ് മരിച്ചു. വ്യവസായി CJ റോയ് കുഴഞ്ഞു വീണ് മരിച്ചു, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന്റെ കാര്യകർമ്മങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തെ വഴിക്ക് പോയി. ഇത് അദ്ദേഹത്തിന്റെ ക്യാബിനിൽ പോയി അദ്ദേഹം തോക്കെടുത്ത് നെഞ്ചിൽ വെടിവെച്ച് മരിച്ചതാണ്. അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ്. ഞാനിതാ മരിക്കാൻ പോകുന്നു, കഴിഞ്ഞു. ആ മരണത്തിൽ ഇനി മരിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെയും ED-യുടെ ഒക്കെ തലയെ കൊണ്ടിട. കാരണം ഭരിക്കുന്നത് BJP ആണല്ലോ. അപ്പൊ മോദി കൊന്നു, അത് വളഞ്ഞു മൂക്കി പിടിക്കാം മോദിയുടെ. ഇന്ന് അതേ ചാനലിലെ മറ്റൊരു റിപ്പോർട്ടർ മറ്റൊരു ആങ്കർ ഇന്ന് രാവിലെ പറയുന്നു, അങ്ങനെയാണെങ്കിൽ കുടുംബത്തിന്റെ വാദങ്ങളൊന്നും നിലനിൽക്കില്ലല്ലോ, ED ഉദ്യോഗസ്ഥരെയും IT വിഭാഗത്തിന്റെയും മേലിൽ ചുമത്തിയ പഴികളൊന്നും നിൽക്കില്ലല്ലോ. അതായത് അദ്ദേഹം ആത്മഹത്യക്കുറിപ്പ് അങ്ങനെയാണെങ്കിൽ അതിനൊരു ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ലീഗൽ പാനലുള്ളതാണ്, അതായത് അഡ്വക്കേറ്റ്സ് പാനലുള്ളതാണ്. അദ്ദേഹത്തിന് ആവശ്യത്തിന് വക്കീലന്മാരും കേസുകളുള്ള ഒരു മനുഷ്യനാണ്. ED അനാവശ്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെല്ലാം വകുപ്പുകളിലൂടെ അതിനെ പ്രതിരോധിക്കാമായിരുന്നു. ED അനാവശ്യമായിട്ട് ഇടപെടുന്ന ഒരു സംവിധാനമല്ല എന്നുള്ള നമ്മൾ എത്രയോ ജ്വല്ലറിക്കാർക്കെതിരെയും സമ്പന്നർക്കെതിരെ ED അന്വേഷണം നടത്തുന്നു. BJP ഭരിക്കുന്നത് കൊണ്ടാണ്. BJP ഭരിക്കുമ്പോൾ ED എവിടെയെങ്കിലും പോയി കള്ളപ്പണം പിടിക്കുക, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായികൾ നികുതി വെട്ടിക്കുകയോ ഏതെങ്കിലും തരത്തിൽ പിടിച്ചാൽ അത് BJP ഭരിക്കുമ്പോൾ അത് മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ED ചട്ടുകമായി പ്രവർത്തിക്കുന്ന BJPയുടെ ആ ഒരു തലത്തിലേക്ക് വരും. ഇനി കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ അത് ജനാധിപത്യപരമുള്ളതാണ്, നിയമപരമാണ്, അതിലാർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. റോയി ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പിന്നാമ്പുറം എന്ന് പറയുന്ന അത്ര ട്രാൻസ്പെറന്റ് അല്ല. അദ്ദേഹം ഇത്രയും വലിയ സെക്യൂരിറ്റി ആയിട്ട് നടക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് ഭയമുണ്ട്. തിരിച്ചടികളെ കുറിച്ച് അദ്ദേഹത്തിന് ഭയമുണ്ട്. പിന്നെ അദ്ദേഹം ഈ പണക്കാരനായ നല്ലവരാരും പെട്ടെന്ന് സമ്പന്നരായില്ലെന്ന് പറഞ്ഞൊരു സ്പാനിഷ് പഴഞ്ചൊല്ലുണ്ട്. അപ്പൊ എന്ന പോലെ അദ്ദേഹം പെട്ടെന്ന് സമ്പന്നനായതിന്റെ പിന്നിൽ അതിൻ്റെതായ കഥകൾ വേറെയുണ്ട്. ഇതെന്തായാലും ശരിയായ രീതിയിൽ ടാക്സ് കൊടുത്ത ഒരാൾക്ക് രാജ്യത്ത് എളുപ്പത്തിൽ വളർന്നു വന്നിരിക്കാനൊന്നും പറ്റുകയില്ല. ഇദ്ദേഹത്തിന്റെ വഴികൾ ശരിയല്ല, ശരിയായ രീതിയിലല്ല ഇദ്ദേഹം വന്നത്. പക്ഷേ ചോദ്യം ഇതാണ്, അദ്ദേഹത്തിന് യാതൊരു ശത്രുക്കളും ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വലിയ വായിൽ ആദ്യമേ തന്നെ വിളിച്ചു പറയുകയാണ്. അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ, അതും അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ്. ഒരു അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തി നിയമപരമായിട്ട് അദ്ദേഹത്തിന് നിലനിൽക്കാൻ അസ്തിത്വം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഇത്രയും നാള് പല കോടതികളിലും കേസ് നടത്തി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ധാരാളം കേസുകൾ പലയിടങ്ങളിൽ പെൻഡിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി കേസിനോ അല്ല നിയമസഹായത്തിനോ പോലീസിലോ മറ്റെന്തെങ്കിലും സംവിധാനത്തിലോ പോകാതെ അദ്ദേഹം നേരെ തോക്കെടുത്ത് വെടിവെക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ദുരൂഹത മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. മാധ്യമങ്ങൾ ഇന്നും ഇന്നലെയുമല്ല ഇത്തരം വിഷയങ്ങൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇനി ഇത്തരം കാര്യങ്ങളുണ്ടായാൽ ചർച്ച ചെയ്യും, അത് സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇത്തരം കമന്റുകളാണ് ഞങ്ങളുടെ ഉയർച്ച എന്ന് പറയുന്നത്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക, ഞങ്ങളത് വായിച്ച് പറ്റുമെങ്കിൽ പിറ്റേ ദിവസം മറുപടി തരും, ഇല്ലെങ്കിൽ ഏതെങ്കിലും വാർത്തയ്ക്കിടയ്ക്ക് ഞങ്ങൾ മറുപടി തരും.